രാവിലെ ഇത്രയും സമയം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ട് ഓടാനുള്ള വെള്ളത്തിലാണെന്ന് അറിയാം. കുറച്ച് സമയം 10 minutes നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫാസ്റ്റിംഗിൽ സാധാരണ രീതിയിൽ പോയി ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ പറയാതെ തന്നെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ദ റീസൺ ഇസ് പ്രിവെൻഷൻ. അപ്പം പ്രധാനപ്പെട്ട ചെയ്യുന്ന 2 ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഷുഗർ, പിന്നെ കൊളസ്ട്രോൾ. എല്ലാവർക്കും ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഈ 2 ടെസ്റ്റ് ചെയ്യുന്നത്. ഷുഗർ, കൊളസ്ട്രോൾ വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫാസ്റ്റിംഗിലാണ് ഏറ്റവും നല്ലത്. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ മുതൽ 10 മണിക്കൂറിന്റെ ഫാസ്റ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാതിരിക്കേണ്ട കാര്യമില്ല, വെള്ളം കുടിക്കാം. അതിനകത്ത് നമ്മൾ ഷുഗറായിട്ടോ പഞ്ചസാര അഥവാ പാല് ഇതൊന്നും ചേർക്കാതിരിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ വെള്ളം കുടിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഷുഗർ ചെയ്യുമ്പോഴും നമ്മൾ വെള്ളം കുടിക്കാതെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റ് നമ്മുടെ ബോഡിയിലെ ഷുഗറിനെ മാത്രമല്ല കാണിക്കുക, നമ്മുടെ ഹാർട്ടിന്റെ കണ്ടീഷനിങ് കൂടെയാണ് കാണിക്കുന്നത്. ലിപ്പിഡിനകത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡിയാക് മാർക്കേഴ്സ് ഉണ്ട്. ഒന്ന് HDL, രണ്ടാമത്തേത് LDL. HDL നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും LDL അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതുമാണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ബോഡിയിൽ. അതിനെ കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അപ്പം അത് കൂട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന എണ്ണയും വറുത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഡയറ്റ് എല്ലാം ക്രമീകരിച്ച ഡയറ്റ് കഴിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. എക്സസൈസ് ചെയ്യുക. ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്ന ഒന്നാണ് ഹാർട്ട്. അപ്പം അതിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഷുഗർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഷുഗർ നമുക്ക് അത്യാവശ്യമാണ്. ഊർജത്തിന് വേണ്ടിയാണ് ഷുഗർ വേണ്ടത്. ഷുഗർ നമുക്ക് അത്യാവശ്യമാണ്, പക്ഷെ അമിതമായാണ് പ്രശ്നം. 3 തരത്തിലുള്ള ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ആഹാരത്തിന് മുൻപ്, ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ചെയ്യുന്നത്, പിന്നെ നമ്മൾ ആഹാരത്തിന്റെ 1/2 മണിക്കൂർ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നത്, അങ്ങനെ RBS. അങ്ങനെ 3 എണ്ണമാണ്. അതിനകത്ത് ഒന്നാണ് ഇന്ന് ഫ്രീ ആയിട്ട് BBRC എല്ലാവർക്കും ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും രാവിലെ കഴിച്ചവരാണെങ്കിലും ആഹാരം കഴിക്കാതെ വന്നിരിക്കുന്നവർക്കാണെങ്കിലും അത് ഫലപ്രദമാക്കാവുന്നതേ ഉള്ളൂ. ഷുഗർ ചെയ്യുമ്പോൾ നമ്മൾ ആഹാരത്തിന് 2 മണിക്കൂറിന് ശേഷം ചെയ്യുന്നത് ആഹാരം കഴിഞ്ഞിട്ട് നമ്മുടെ ദേഹത്തുള്ള ഇൻസുലിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, നോക്കാൻ വേണ്ടിയാണ്. അപ്പം ആഹാരം കഴിക്കുന്നതിന് മുൻപ് ആഹാരം കഴിച്ചതിന് ശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻസുലിൻ എത്രമാത്രം ഫലവത്തായിട്ട് ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് കൺവേർട്ട് ചെയ്തു എന്നറിയാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ പിന്നെ ഒരു ടെസ്റ്റും കൂടെ ഉള്ളത് HbA1c. HbA1c എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3 മാസം കൂടിയിരിക്കുമ്പോൾ ഒരിക്കൽ ചെയ്യുന്ന ഷുഗറിന്റെ ടെസ്റ്റാണ് HbA1c. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ RBC, അതായത് RBC സെൽസിന്റെ ചുറ്റിനും ഇരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ 121 ദിവസം നമ്മുടെ ശരീരത്തിൽ ഈ RBCക്ക് ജീവിക്കാനുള്ള ശക്തിയുണ്ട്. 121 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മെറ്റബോളൈസ് ചെയ്ത് വെളിയിലേക്ക് പോകും. ഈ 121 ദിവസം ദൈർഘ്യത്തിൽ ജീവിക്കുന്ന RBC ഉള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മൾക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നത്, ബ്ലഡ് ബാങ്ക് വഴി. അപ്പോൾ ഈ RBCയുടെ ചുറ്റിനും ആകെ ഉള്ളത് ഷുഗറാണ്. ഈ ഷുഗറിന്റെ ലെവൽ കണ്ടുപിടിക്കുന്നതിനെയാണ് HbA1c ടെസ്റ്റ് ചെയ്യുന്നത്. അത് ആഹാരവുമായിട്ട് ഒട്ടും തന്നെ
എന്താ പറയാ, തലേ ദിവസത്തെ ആഹാരവുമായിട്ട് അതിനെ കോറിലേറ്റ് ചെയ്യേണ്ട. കഴിഞ്ഞ 3 മാസം കൊണ്ട് എങ്ങനെയായിരുന്നു എൻ്റെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ്. നമ്മൾ സാധാരണ റിപ്പോർട്ട് കാർഡ് വിട്ട് തന്നെ മാർക്ക് കൂടുതൽ കിട്ടി, അത് ഞാൻ പഠിച്ചതുകൊണ്ട് തലേ ദിവസം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെയാണ് HbA1cയുടെ കഥ. ആ FBS PPPS അതുപോലെയും HbA1c ആനുവൽ റിപ്പോർട്ടിന്റെ ഭാഗവുമായിട്ടാണ്. അതായത് മുഴുവൻ വർഷത്തെ എന്ന് പറഞ്ഞാൽ 3 മാസത്തെ നമ്മളുടെ ആഹാരം ബ്ലഡ് കൂടുതൽ കഴിച്ചാലും കുറവ് കഴിച്ചാലും ഇത് 3 മാസം കഴിയുമ്പോൾ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തരും. അപ്പൊ HbA1c ആണ് കുറച്ചുകൂടെ നമ്മൾക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ, HDL LDL എന്ന് പറയുന്ന ഈ ലിപ്പിഡ് പ്രൊഫൈലിനകത്തുള്ള 2 ടെസ്റ്റുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡയറ്റ് നല്ലോണം നോക്കാതിരിക്കുമ്പോഴും പുകവലിക്കുന്ന ആൾക്കാരുണ്ട്, അത് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹാർട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള HDL കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വല്ലപ്പോഴുമാണ് സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴുമാണ് വറുത്തതും പൊരിച്ചതും കഴിക്കുന്നത്, അത് നമുക്ക് പ്രശ്നമാകില്ല എന്ന് വിചാരിക്കുന്ന പക്ഷം തെറ്റാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഡയറ്റ് ചെയ്തതിനെ പുറത്തേക്ക് കളയാനും കൂടെ ശ്രമിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവം ആവശ്യത്തിന് തന്നിട്ടുള്ള ഈ ഘടകങ്ങൾ തന്നെ നമുക്ക് വിരോധമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ സമയാസമയങ്ങളിൽ ഈ ടെസ്റ്റുകൾ ചെയ്ത് നമ്മുടെ HDL LDL ലെവലിനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പുതിയ വർഷം എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു.